ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDCയിലെ പുതിയ സിലബസിനെ കുറിച്ചിട്ടാണ്. അതായത് LDCയുടെ പരീക്ഷയുടെ വിശദമായ സിലബസ് ജനുവരി 1 PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിലബസിലെ ഓരോ ടേംസും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സിനും എത്ര മാർക്ക് വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ കൂടുതൽ പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ റാങ്കിലേക്ക് പോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ LDCയുടെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2021 LDCയുടെ മെയിൻ എക്സാമിൻ്റെ സെയിം സിലബസ് തന്നെയാണ്. 2021 LDCയിൽ നടത്തി കഴിഞ്ഞ പ്രിലിംസിൻ്റെ അല്ല കേട്ടോ, മെയിൻ എക്സാമിൻ്റെ സെയിം സിലബസ് തന്നെയാണ് 2024 LDC നടത്തുന്നത്. ഓക്കെ, അപ്പോൾ സെയിം സിലബസുകൾ സെയിം തന്നെയാണ്. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട 5 ടോപ്പിക്കുകൾ, കുറേയധികം ടോപ്പിക്കുകളുണ്ട് അല്ലേ, ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം എന്നൊക്കെ തുടങ്ങി കുറേയധികം ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മെയിനായിട്ട് 5 ടോപ്പിക്കുകളുള്ളത്: പൊതുവിജ്ഞാനം അഥവാ GK അല്ലേ, രണ്ടാമത്തെ ആനുകാലിക വിഷയങ്ങൾ അഥവാ കറണ്ട് അഫയേഴ്സ്, മൂന്നാമത്തെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും, അതായത് എന്താണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി അല്ലേ, മൂന്നാമത്തെ ടോപ്പിക്. നാലാമത്തെ ഏതാണ്, ഇംഗ്ലീഷാണ് അല്ലേ. അഞ്ചാമത്തെ മലയാളമാണ്. അപ്പോൾ മെയിനായിട്ട് GK, കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇത്രയും 5 ടോപ്പിക്കുകളെ കുറിച്ചാണ് നമ്മൾ ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ നോക്കിക്കേ, GK നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 20 + 10 + 10 + 10, അതായത് 50 മാർക്കിനും ചോദിച്ചുള്ളത് GK അല്ലാത്ത ടോപ്പിക്കുകളാണ്. 50 മാർക്കിനും ചോദിച്ചുള്ളത് ഏതാണ്, GK അല്ലാത്ത ടോപ്പിക്കുകളിൽ നിന്നാണ് അല്ലേ. കറണ്ട് അഫയേഴ്സിൽ നിന്നും 20 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്സിൽ നിന്ന് 10 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. മാത്സിൻ്റെ പ്രത്യേകത, നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ പറ്റിയ ഒരു ഏരിയയാണ് മാത്സ്. 1-2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ടഫ് ആയിരിക്കാം, അത് നമുക്ക് മാത്രമല്ല എഴുതുന്ന എല്ലാവർക്കും അത് ടഫ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാൽ കൂടി മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഏത്, മാത്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PYQ മാക്സിമം ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. അതിനൊക്കെ നമ്മുടെ ലേണിലോയിൽ വീഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ കോഴ്സസ് അവൈലബിൾ ആണ്. ഇനിയും ജോയിൻ ചെയ്യാത്തവർ വേഗം ജോയിൻ ചെയ്യാം കേട്ടോ. PYQ സീരീസൊക്കെ നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ചാമത്തെ മെയിൻ ടോപ്പിക്കാണ് മലയാളം അല്ലേ. മലയാളത്തിൽ നിന്നും 10 മാർക്കാണ്. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സും മാത്സും ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളവും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എത്ര മാർക്കായി, നമുക്ക് 50 മാർക്കായി. 50 മാർക്ക് നമുക്ക് എന്ന് കിട്ടും, കറണ്ട് അഫയേഴ്സിനും മാത്സിനും ഇംഗ്ലീഷിനും അതുപോലെ തന്നെ മലയാളവും വളരെ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 50 മാർക്ക് ഉറപ്പാണ്. കഴിഞ്ഞ തവണ നടത്തിയ LDC എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 to 55 റേഞ്ചിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ 4 ടോപ്പിക്സിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്: കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം. കറണ്ട് അഫയേഴ്സിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ അല്ലെങ്കിൽ GK ആൻഡ് കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഡെയിലി കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സും നമ്മൾ ലേൺ എന്നുള്ള ചാനൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി ഉണ്ട്, വീക്ക്ലി ഉണ്ട്, ഇപ്പോൾ ഇയർലി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ. കറണ്ട് അഫയേഴ്സിന് 20 മാർക്കാണല്ലേ. നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ ടു സെപ്റ്റംബർ ആയിരിക്കും അല്ലേ. ജൂലൈയുടെയും സെപ്റ്റംബറിൻ്റെയും ഇടയിൽ നടക്കുമെന്നാണ് PSC പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂലൈക്ക് 2 മാസം മുന്നേയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാനായിട്ട് അവരിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2023 ജനുവരി മെയ് ആണ്, 2023 മെയ് ടു 2024 മെയ് വരെ പഠിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് എന്നുള്ള സ്വപ്നങ്ങളുള്ളവരാണെങ്കിൽ 2023 ജനുവരി തൊട്ടിട്ട് 2024 മെയ് വരെ വളരെ ഡീപ്പായി പഠിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് 20 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, 2023 ജനുവരി തൊട്ടിട്ട് 2024 മെയ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ കേസിൽ 20 മാർക്കിൽ നിന്നും 1 മാർക്ക് പോലും നിങ്ങൾക്ക് കുറയാൻ പോകുന്നില്ല. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വിരാട് കോഹ്ലിനെ എടുക്കുകയാണെങ്കിൽ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 50ാം സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്ന നേട്ടം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്നാണ് ലോകകപ്പ് സെമിഫൈനൽ ന്യൂസിലൻഡിനെതിരെ
കോഹ്ലി 50-ാം ശതകം കുറിച്ചത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഓരോരോ കാര്യങ്ങളും. ഇപ്പോഴത്തെ PSCയുടെ പ്രത്യേകത എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. ഇപ്പോൾ വൈശാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴ്നാട് എന്നുള്ള ചെസ് താരമാണ്, എത്രാമത്തെ പദവിയാണ്, ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കിയ എത്രാമത്തെ ഇന്ത്യക്കാരിയാണ്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, കറണ്ട് അഫെയർസിൽ ഇപ്പോഴത്തെ PSC എക്സാംസിൽ നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ GK മാറ്റി നിർത്തിയിട്ടില്ല, ബാക്കി 50 മാർക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി നമ്മൾ മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ഫുൾ മാർക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടോപ്പിക്കാണ് മാത്സ്. ആർക്കും ഫുൾ മാർക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല ടോപ്പിക്ക്. ഇനി നിങ്ങൾക്കൊരു ബേസ് ഇല്ലാത്തൊരു സ്റ്റുഡൻ്റ് ആണെന്നിരിക്കട്ടെ, ഒരു കുഴപ്പമില്ല, ഡെയിലി 1 മണിക്കൂർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. മാത്സിൻ്റെ മെൻ്റൽ എബിലിറ്റി ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് മാത്സിൽ 10 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഡെയിലി നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് ഇമ്പ്രൂവ് ആവുന്നത്. അപ്പോൾ ആദ്യത്തെ ചിലപ്പോൾ 5 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 10ൽ 2 എണ്ണമൊക്കെ ശരിയാക്കാൻ പറ്റുന്നെങ്കിലും പിറ്റേ ദിവസം അത് 3 ആവും, പിറ്റേ ദിവസം അത് 4 ആവും. നമുക്ക് എന്തായാലും 6 മാസത്തെ ഒരു സമയമുണ്ട് അല്ലേ, 6 മാസം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ 6 മാസം ഡെയിലി 1 മണിക്കൂറെങ്കിലും നിങ്ങൾ മാത്സിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ മാത്സ് നിങ്ങൾക്ക് എന്തായാലും 10 മാർക്ക് ഉറപ്പായിട്ടും ലഭിക്കും. മാത്സ് 1 അവർ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്യുക എന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡെയിലി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ്, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, അത് പ്രാക്ടിക്കലി എങ്ങനെയാണ് നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ റാങ്ക് എന്നുള്ളൊരു അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പ്രാക്ടിക്കലി അത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. സോ അതുകൊണ്ട് തന്നെ ഡെയിലി നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു കറണ്ട് അഫെയർസ് 2023 ജനുവരി തൊട്ട് 2024 മെയ് വരെയുള്ള കറണ്ട് അഫെയർസ് ഡീപ്പായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. മാത്സ് ഡെയിലി നമ്മൾ 10 മാർക്ക് കിട്ടാനുള്ള മാത്സ് ഡെയിലി നമ്മൾ 1 അവർ നമ്മൾ മാത്സിന് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്തത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം? ഇംഗ്ലീഷ് മെയിനായിട്ട് റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ് വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇഫ് എൽസ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റായിട്ട് വരാറ് ഇംഗ്ലീഷിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ A to Z, ഇപ്പോൾ ഒരു റാങ്ക് ഫയൽ എടുത്തിട്ട് A to Z പഠിക്കുക എന്നുള്ളത് ചിലപ്പോൾ 6 മാസം കൊണ്ട് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിൻ്റെ കേസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും റെഫർ ചെയ്തിരിക്കണം. അടുത്തത് മലയാളമാണ് അല്ലേ. മലയാളത്തിനും എത്രയാണ്? 10 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ എത്ര വന്നു? 20, 10, 10, 10, അതായത് 50 മാർക്ക് നമുക്ക് എന്ത് കിട്ടി? GK അല്ലാതെ തന്നെ നമുക്ക് 50 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി അടുത്തതാണ് GK. പൊതുവിജ്ഞാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതികശാസ്ത്രം, രസതന്ത്രം, കല, കായികം, സാഹിത്യം, സംസ്കാരം, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമങ്ങൾ തുടങ്ങി കുറേയധികം ടോപ്പിക്കുകൾ, 11 ടോപ്പിക്കുകളുണ്ട് അല്ലേ. 11 ടോപ്പിക്കുകളാണ് നമ്മൾ GKയിൽ പഠിക്കേണ്ടത്. അപ്പോൾ 11 ടോപ്പിക്കുകളും എല്ലാം ഡീപ്പായിട്ട് പഠിക്കുമെന്ന് ഞാൻ പറയത്തില്ല. ഇതിൽ കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ PSC എഴുതുന്നവരാണെങ്കിൽ അവർക്കറിയാം റിപ്പീറ്റായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയകൾ കുറച്ചുണ്ട് അല്ലേ. ഇപ്പോൾ ഭൂമിശാസ്ത്രം ആയാലും ധനതത്വശാസ്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതിൽ 5 മാർക്ക് അതിൽ എന്തായാലും ആ 5 ടോപ്പിക്കുകളുള്ളെങ്കിൽ ആ 5 ടോപ്പിക്കിൽ നിന്നും ചോദിക്കാറുണ്ട് ധനതത്വശാസ്ത്രത്തിൽ നിന്ന് അല്ലേ. ഇന്ത്യൻ ഭരണഘടന പിന്നെ പറയണ്ട, അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. 5 മാർക്കും ഡെയിലി, അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതാണ് ഏത്? ഇന്ത്യൻ ഭരണഘടനയും. അടുത്തത് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും. അത് നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ കേരളത്തിലെ ജില്ലകളെ കുറിച്ചിട്ടും ഏറ്റവും ചെറിയ ജില്ല, ഏറ്റവും വലിയ ജില്ല, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും അറിയാനുള്ളൂ. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം ആയിക്കോട്ടെ, രസതന്ത്രം ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ജീവശാസ്ത്രം ആയിക്കോട്ടെ, ഭൗതിക ശാസ്ത്രം ആയിക്കോട്ടെ, രസതന്ത്രം ആയിക്കോട്ടെ, അതായത് ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും റെഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കാം. കലാ, കായികം, സാഹിത്യം, സംസ്കാരം, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ് ഏത്? പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞ മെയിൻ ടോപ്പിക്കിൽ എത്ര ടോപ്പിക്കുകളാണ്? 11 ടോപ്പിക്കുകളാണ് ഉള്ളത്.
ടോപ്പിക്കുകളും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്കുമാണ് കേട്ടോ അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, പൊതുവിജ്ഞാനത്തിൽ ഓരോന്നിനും 5, 3, 6 ഇങ്ങനെയാണ് മാർക്കുകൾ. അങ്ങനെ ടോട്ടൽ 50 മാർക്ക് അല്ലേ. ആനുകാലിക വിഷയങ്ങൾക്ക് 20, മാത്സിന് 10, ഇംഗ്ലീഷിന് 10, അതുപോലെ തന്നെ മലയാളത്തിന് 10, അങ്ങനെ 50. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് നമ്മുടെ LDC എക്സാം നടക്കാൻ പോകുന്നത്. 100-ൽ 100 മാർക്കും നേടാം എന്നുള്ളതായിരിക്കും നമുക്ക് നമ്മുടെ നമ്മൾ പഠിക്കുന്ന ഓരോരുത്തരുടെയും ലക്ഷ്യം എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കുന്നതെല്ലാം വൃത്തിയിൽ പഠിക്കുക, അല്ലെങ്കിൽ സിലബസ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് LDC എക്സാംസ് എഴുതാൻ പോകുന്ന എല്ലാവരും ചെയ്യേണ്ടത് സിലബസ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ GK നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞു. 5 മാർക്കാണ് അല്ലേ. ആദ്യത്തെ ചരിത്രം എന്നുള്ള ടോപ്പിക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത് 5 മാർക്കാണ്. അപ്പോൾ ഏതൊക്കെ ചരിത്രങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്? കേരള ചരിത്രം നമ്മൾ പഠിക്കണം, ഇന്ത്യ ചരിത്രം പഠിക്കണം, അതുപോലെ തന്നെ ലോക ചരിത്രം പഠിക്കണം അല്ലേ. അതിലെങ്ങനെയാണ് മാർക്ക് സ്പ്ലിറ്റപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ചരിത്രത്തിന് 2 മാർക്ക്, ഇന്ത്യ ചരിത്രത്തിൽ നിന്നും 2 മാർക്ക്, ലോക ചരിത്രത്തിൽ നിന്നും 1 മാർക്ക്, അങ്ങനെയായിരിക്കും സ്പ്ലിറ്റപ്പ് വരിക. 2, 2, 1 അങ്ങനെ 5 മാർക്കാണ് ഏതെന്ന് വരുന്നത് GK എന്ന് വരാറുള്ളത്. കേരളം നോക്കുകയാണെങ്കിൽ യൂറോപ്യന്മാരുടെ വരവ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട് അല്ലേ, നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്ന്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന എല്ലാം അറിഞ്ഞു വെച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷേ നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂർ ചരിത്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂർ ചരിത്രം, അതുപോലെ തന്നെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം അല്ലെ, അതുപോലെ തന്നെ ഏതൊക്കെയാണ്? 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ഇത്രയും കാര്യങ്ങളാണ് ഏത് ഇതിൽ പഠിക്കാനുള്ളത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ പഠിക്കാനുള്ളത്. എന്തായാലും 2 മാർക്കിന് കൂടുതലും ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് വരാൻ പോകുന്നില്ല. അടുത്തത് ലോക ചരിത്രമാണ്. ലോക ചരിത്രത്തിൽ പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവം അല്ലേ, ഗ്രേറ്റ് റവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ഒരു ഡീപ്പ് സ്റ്റഡി ആവശ്യമില്ല, ജസ്റ്റ് ബേസിക് നോളജ് മാത്രം മതി. ഏതിൽ? ലോക ചരിത്രത്തിൽ. ഓക്കെ, കേരള ചരിത്രത്തിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിലും നമുക്കൊരു ഡീപ്പ് സ്റ്റഡി ആവശ്യമാണ്. പക്ഷേ ലോകത്തിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാം 1 അല്ലെങ്കിൽ 1 വരാതിരിക്കാനുള്ളൊരു ചാൻസാണ് പൊതുവേ LDC എക്സാമിന് കാണാറുള്ളത്. പിന്നെ ഇപ്പോൾ എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് പ്രിഡിക്റ്റബിൾ അല്ലേ. അപ്പോൾ ലോക ചരിത്രത്തിൽ നമ്മൾ അത്രയും ഡീപ്പ് സ്റ്റഡി ഇതുവരെ ആവശ്യമായിട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ലോക ചരിത്രത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അടുത്തൊരു സബ് ടോപ്പിക്ക് ഭൂമിശാസ്ത്രമാണ്, അതായത് ജോഗ്രഫിയാണ്. അതിൽ 5 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിശാസ്ത്രത്തിൽ നമ്മൾ വീണ്ടും ഒരു സ്പ്ലിറ്റപ്പ് വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം, കേരളത്തിൻ്റെ, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. അപ്പോൾ എങ്ങനെയായിരിക്കും സ്പ്ലിറ്റപ്പ് വരിക? 2, 2, 1 ആ ഒരു രീതിയിലായിരിക്കും വരാറ്. അപ്പോൾ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധ തരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം അല്ലെ, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ. ലോകരാഷ്ട്രങ്ങളും അവരുടെ സവിശേഷതകളൊന്നും ഇതുവരെ ചോദ്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ലോകരാഷ്ട്രങ്ങളും അവരുടെ സവിശേഷതകളൊന്നും ചോദ്യങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല.
ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ നിന്നും കൂടുതലായിട്ട് വരാറ് നദികളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അതുപോലെ ധാതുക്കളും വ്യവസായവും എന്ന് വരാറുണ്ട് അല്ലേ. അപ്പോൾ നദികളെ കുറിച്ച് ഫോക്കസ് ചെയ്യേണ്ടി വരും ഇന്ത്യയുടെ ഭൂപ്രകൃതി പഠിക്കുമ്പോൾ. സംസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകളും നമ്മൾക്കത് കുറേ ഉണ്ട്. ഇപ്പോൾ ഒരു റാങ്ക് ഫയൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ PYQ ഒന്ന് റെഫർ ചെയ്തായിരിക്കും ഏതിന് നല്ലത്, ഇന്ത്യയുടെ ഭൂപ്രകൃതി പഠിക്കുമ്പോൾ നല്ലത്. ഓക്കെ, കേരളമാണെങ്കിൽ തന്നെ കേരളത്തിൻ്റെ ജില്ലകളിലെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ പറഞ്ഞു. ബേസിക് ആയുള്ള കാര്യങ്ങൾ ഏറ്റവും വലിയ ജില്ല ഏതാണ്, ഏറ്റവും ചെറിയ ജില്ലയാണ്, അങ്ങനെയുള്ളൊരു ബേസിക് ടേംസ് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഡീപ്പ് സ്റ്റഡി നടത്താനുള്ള സമയം നമുക്ക് ഇനിയില്ല. ഇനി അതല്ല, നമുക്ക് ഏതൊക്കെയാണോ പഠിക്കേണ്ടത് നമ്മുടെ ചാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PYQ സീരീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്താലും നിങ്ങൾക്കത് വളരെ ഉപകാരമായിരിക്കും. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ നിന്നും റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാതുക്കളും വ്യവസായത്തിന് ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ധാതുക്കളും വ്യവസായങ്ങളുമാണ്. അതുപോലെ തന്നെ നദികൾ, കാലാവസ്ഥ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ളത്. നമ്മൾ GK ഹിസ്റ്ററിയിലും ജിയോഗ്രഫിയിലും നമ്മൾ കുറേ അധികം ടോപ്പിക്കുകൾ കണ്ടു അല്ലേ. അതിൽ നിന്നാണ് നമ്മൾ ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. എന്നാൽ നമ്മൾ എക്കണോമിക്സ് കിടക്കുകയാണെങ്കിൽ, ധനതത്വശാസ്ത്രത്തിൽ കിടക്കുകയാണെങ്കിൽ 5 മാർക്കാണ്. ഈ 5 മാർക്കിന് വളരെ കുറച്ച് ടോപ്പിക്കുകളെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കുകളൊന്നും വിടാനും പറ്റില്ല. ഏതൊക്കെയാണ്? ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ വളരെ വൃത്തിയായിട്ട് പഠിക്കണം. ഏതൊറക്കത്തുനിന്ന് ചോദിച്ചാലും മനസ്സിലാകുന്ന വെള്ളം പോലെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതികൾ. അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം അല്ലേ. അങ്ങനെ വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ് ധനതത്വശാസ്ത്രത്തിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ടോപ്പിക്കുകളും നമ്മൾ വിടാനില്ല. കാര്യം ഇത്രയും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അടുത്ത ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 5 മാർക്ക് തന്നെയാണ്. ഭരണഘടന നിർമ്മാണ സമിതി അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൗലികാവകാശങ്ങൾ നമുക്ക് വിടാനേ പറ്റത്തില്ല. നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ 42, 44 എപ്പോഴും ചോദിക്കാറുണ്ട്. 52, 73, 74, 86, 91, പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അങ്ങനെ കണ്ടിട്ടില്ല. മൗലികാവകാശങ്ങളും അതുപോലെ തന്നെ പ്രധാന ഭരണഘടനാ ഭേദഗതികളിൽ നിന്നാണ് റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് നമ്മളങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാ ടോപ്പിക്കിലും ഇടാൻ പറ്റില്ല കേട്ടോ. എല്ലാ ടോപ്പിക്കുകളും നമ്മളിപ്പോൾ ഒരു സിലബസ് തരുന്നത് ആ എല്ലാ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഡീപ്പായുള്ളൊരു അറിവ് അല്ലെങ്കിൽ കൂടി ഒരറിവ് നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഇതിലേക്കൊരു റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത സബ് ടോപ്പിക്ക് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളിൽ നിന്നും 5 മാർക്കുണ്ട്. അതുപോലെ തന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിൽ നിന്ന് 6 മാർക്കാണുള്ളത് അല്ലേ. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിൽ നിന്ന് 6 മാർക്കാണുള്ളത്. കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? കേരളം സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക, സാമ്പത്തിക, വാണിജ്യ, ആസൂത്രണ, അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹിക ക്ഷേമം, സാമൂഹിക സുരക്ഷിതത്വം അല്ലേ. അപ്പോൾ കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും എത്ര മാർക്കാണ്? 5 മാർക്കാണ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത സബ് ടോപ്പിക്കാണ് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും. ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യത്തിൽ വരികയാണെങ്കിൽ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും എപ്പോഴും വരാറുണ്ട് കേട്ടോ. വൈറ്റമിൻസിനെ കുറിച്ചിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ സെക്കൻഡ് ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും. അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. ഇത് രണ്ടിനും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട 2 ടോപ്പിക്കാണ്. വൈറ്റമിൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിസീസസും അതിൻ്റെ കോസസിനെ കുറിച്ചും നമ്മൾ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ടതാണ്. ബാക്കിയുള്ള ടോപ്പിക്ക് ഏതൊക്കെയാണ്? കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിലുള്ളത്. ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യത്തിലും 6 മാർക്കാണ് നമുക്കുള്ളത്. ഓക്കെ,
അടുത്തത് ഭൗതിക ശാസ്ത്രമാണ്. ഭൗതിക ശാസ്ത്രത്തിന് വെറും 3 മാർക്കേ കൊടുത്തുള്ളൂ, അല്ലെങ്കിൽ 3 മാർക്കേ ഉള്ളൂ, പക്ഷെ ഒരു 30 ടോപ്പിക്കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, ഏതൊക്കെയാണ് റിപ്പീറ്റായിട്ട് ചോദിച്ചിരിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ബയോളജി പഠിക്കുകയാണെങ്കിലും കെമിസ്ട്രി പഠിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഫിസിക്സ് പഠിക്കുകയാണെങ്കിലും ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതെന്ന് വരാറുള്ളത് പ്രകാശം. നോക്കിക്കേ, 3ാമത്തെ ടോപ്പിക്കിലെ പ്രകാശം, ലെൻസ്, ദർപ്പണം, ഇക്വേഷൻ R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ, ഇതെന്ന് കൂടുതലായിട്ട് വരാറുണ്ട്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, 3ാമത്തെ ടോപ്പിക്കിൽ നിന്ന് കൂടുതലായിട്ട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ IR റേസ്, UV റേസ്, എക്സ് റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നൊക്കെ വരാറുണ്ട്. ശബ്ദം എന്ന് പറയുമ്പോൾ ഡീപ്പായിട്ട് പോകാറില്ല. ശബ്ദത്തിൻ്റെ വിവിധതരം തരംഗങ്ങൾ ചോദിക്കാറുണ്ട്, യൂണിറ്റുകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഭൗതിക ശാസ്ത്രത്തിൽ 8 ടോപ്പിക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. 8 ടോപ്പിക്കിൽ ഓരോന്നിലും ഓരോരോ ഡീപ്പായിട്ടുള്ള സ്റ്റഡി ഇവിടെ നടത്തിയിട്ടുണ്ട് അല്ലേ. ഭൗതിക ശാസ്ത്രത്തിൻ്റെ ശാഖകൾ: ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും. അതുപോലെ തന്നെ ചലനം. 3ാമത്തെ പ്രകാശത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ലെൻസ്, ദർപ്പണം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലേ. 4ാമത്തെ ശബ്ദം, വിവിധ തരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം. അത് ചോദിച്ച് കാണിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ബലമാണ്. അതുപോലെ തന്നെ ഗുരുത്വാകർഷണം, 7ാമത്തെ താപം, 8ാമത്തെ പ്രവൃത്തി. അപ്പോൾ 8 ടോപ്പിക്കുകളാണ് ഏതിൽ കൊടുത്തിട്ടുള്ളത്? ഭൗതിക ശാസ്ത്രത്തിൽ 3 മാർക്കിന് കൊടുത്തിട്ടുള്ളത്. അടുത്തത് കെമിസ്ട്രി ആണ് അല്ലേ. കെമിസ്ട്രിക്ക് 3 മാർക്കാണ്. ആറ്റം, മൂലകങ്ങൾ, ലോഹങ്ങൾ എന്നുള്ള 3 ടോപ്പിക്കുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും നമുക്ക് ഓരോ മാർക്ക് വെച്ചിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ മാർക്ക് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അടുത്തത് കല, കായികം, സാഹിത്യം, സംസ്കാരം, 5 മാർക്കാണ് അല്ലേ. കല പറയുമ്പോൾ കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. അപ്പോൾ കേരളത്തിൻ്റെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവത്തിൽ നിന്ന് അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടി വ്യാപനം, പരിശീലനം എന്നിവകൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ, ഇതൊന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. കലാകായികത്തിൽ അല്ലെങ്കിൽ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ നമ്മൾ കായികം എടുക്കുകയാണെങ്കിൽ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ. കേരളത്തിലെങ്കിലും അറിഞ്ഞു വെക്കുക കേട്ടോ, ഇന്ത്യയിൽ അറിഞ്ഞു വെക്കണം. ലോകത്തിലെയും നമ്മൾ അത്രയും ഫോക്കസ് ചെയ്തില്ലെങ്കിൽ കൂടി കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന കായിക താരങ്ങളെക്കുറിച്ച് നമുക്ക് എന്തായാലും വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ കായിക ഇനങ്ങൾ, അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു കായിക താരത്തെക്കുറിച്ച് കൊടുത്തിട്ട് ആ കായിക താരത്തിൻ്റെ ഇനം ഏതാണ്, അല്ലെങ്കിൽ ഏതിലാണ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ നേട്ടങ്ങൾ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഏതൊക്കെയാണ്? കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, 2ാമത്തെ പ്രധാന അവാർഡുകളാണ്. 3ാമത്തെ പ്രധാന ട്രോഫികൾ, 4ാമത്തെ പ്രധാന കായിക ഇനങ്ങൾ, 5ാമത്തെ കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ. പിന്നെ ഒളിമ്പിക്സ് ആണ്. ഒളിമ്പിക്സ് തന്നെ കുറേയധികം ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, അത് വിട്ടുകളയരുത്. ഒളിമ്പിക്സിലെ അടിസ്ഥാന വിവരങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ കൂടി പ്രധാന വേദികളും രാജ്യങ്ങളും അറിയാതിരിക്കരുത് കേട്ടോ. പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, അതുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 2 ടോപ്പിക്ക് ഒളിമ്പിക്സിൽ പറഞ്ഞത് അല്ലേ, പ്രധാന വേദികളും അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ. വിൻ്റർ ഒളിമ്പിക്സും പാരാ ഒളിമ്പിക്സും. ഓക്കെ, അത് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒളിമ്പിക്സിൽ ഏതൊക്കെയാണ് പ്രധാന വേദികൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ വിട്ടുകളയരുത് കേട്ടോ. 7ാമത്തെ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, അതിൻ്റെ വേദികൾ, രാജ്യങ്ങൾ. വേദികളാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, ഇതര വസ്തുതകൾ. ഇനി അടുത്തത് 8ാമത്തെ ദേശീയ ഗെയിംസ്, 9ാമത്തെ ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ. 10ാമത്തെ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. അപ്പോൾ ഇത്രയും കൂടിയതാണ് ഏതെന്ന് പറയുന്നത് കായികം എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്.
അടുത്തത് സാഹിത്യമാണ്. സാഹിത്യത്തിൽ 9 ടോപ്പിക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, എഴുത്തുകാർ, കഥാപാത്രങ്ങൾ, പ്രശസ്തമായ വരികൾ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 6ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ. ഞാൻ ഈ ഇമ്പോർട്ടൻ്റ് എന്നൊന്ന് പറയണത് ഒട്ടും വിട്ട് കളയരുത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒട്ടും വിട്ട് കളയരുത്, അതെന്തായാലും പഠിച്ചിരിക്കണം. 7ാമത്തെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹമായ എഴുത്തുകാർ, കൃതികൾ. 8ാമത്തെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ. 9ാമത്തെ മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും തുടങ്ങി 9 ടോപ്പിക്കുകളാണ് ഏതിൽ പഠിക്കാനുള്ളത്? നമുക്ക് സാഹിത്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്നാണ് ഞാൻ പറഞ്ഞത്? മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം. അടുത്തത് ഏതാണുള്ളത്? സംസ്കാരമാണ് അല്ലേ. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. അതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ഇനി അടുത്തത് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ. 3 മാർക്കാണ്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കാണെങ്കിലും ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ അങ്ങനെ തുടങ്ങി കുറേ അധികം ടോപ്പിക്കുകളുണ്ട്, നമുക്ക് നോക്കാം. അതിൽ ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസസ്, നെയിംസ് ആൻഡ് യൂസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി, എക്സാമ്പിൾസ്, ഫീച്ചേഴ്സ്, റാം, റോമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അടുത്തത് സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, അതായത് വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റാബേസ് പാക്കേജസ് ഒക്കെ പോലെ. അതുപോലെ തന്നെ ബേസിക് ഓഫ് പ്രോഗ്രാമിംഗ്, ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ. ഒക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്? കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിലുള്ളത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ദാറ്റ് ഈസ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ഏതൊക്കെയാണ്? ലാൻ, വാൻ, മാൻ അല്ലെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതിൻ്റെ ഫീച്ചേഴ്സും ആപ്ലിക്കേഷൻ ഏരിയയാണുള്ളത്. മനസ്സിലാക്കുക, ഇത്രയും ടോപ്പിക്കിലുണ്ടെങ്കിലും 3 മാർക്കാണ് വരുന്നുള്ളൂ അല്ലേ. നെറ്റ്വർക്ക് ഡിവൈസസ്, മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ് വേ. ഇതിൽ ഈ ഹബ്ബും സ്വിച്ചും റൂട്ടറെന്നും ബ്രിഡ്ജെന്നും ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്. നെറ്റ്വർക്ക് ഡിവൈസസ് എന്നാണ്. അപ്പോൾ ഇത് തന്നെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയില്ലേ, ഇനി ബാക്കി 2 മാർക്കാണ് നമുക്ക് വേണ്ടത് അല്ലേ. അത് നമുക്ക് നോക്കാം. 4ാമത്തെ ഇൻ്റർനെറ്റ് ആണ്. സർവീസസ്, www, ഇമെയിൽ, സെർച്ച് എഞ്ചിൻ ചോദിക്കാറുണ്ട്. സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, ഇ ഗവേണൻസ്. അടുത്തത് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ടൈപ്സ് ഓഫ് ക്രൈംസ്, IT ആക്ട് ആൻഡ് അതർ ലോസ് ഒക്കെ എന്തായാലും ഇതെന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. അടുത്ത സുപ്രധാന നിയമങ്ങളാണ്. 5 മാർക്കാണ്. നോക്കിക്കേ, 5 മാർക്കാണ് ഇവിടെ സ്പ്ലിറ്റപ്പ് വന്നിരിക്കുന്നത്. അതായത് 5 ടോപ്പിക്കുകളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഏതൊക്കെയാണ് ഈ 5 ടോപ്പിക്കുകൾ? റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ. അതെന്നാണ് റിപ്പീറ്റായിട്ട് ചോദ്യം വരാറുള്ളത്. പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രൻ. അതുപോലെ പോക്സോ ആക്ട് കണ്ടോ? പോക്സോ ആക്ട് 2012. പോക്സോ ആക്ട് എപ്പോഴാണ് വന്നിട്ടുള്ളത് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ഈ ഒരു റീസെൻ്റ്ലിയും ചോദിച്ച് കണ്ടിട്ടായിരുന്നു. അപ്പോൾ സുപ്രധാന നിയമങ്ങളിൽ 5 മാർക്കാണ്. ഈ 5 മാർക്കിന്നും 5 ടോപ്പിക്കുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 5 ടോപ്പിക്കിന്നും ഓരോരോ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പിക്ക് പോലും നമ്മൾ വിടാനായിട്ട് പറ്റത്തില്ല. ഏതൊക്കെയാണ്? റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ. അതിലേതൊക്കെയാണ്? ഒഫൻസസ് എഫക്റ്റിംഗ് പബ്ലിക് ഡിസെൻട്രി ആൻഡ് മോറൽസ് വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ 5ാമത്തെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്. അതാണ് പോക്സോ ആക്ട് വരുന്നത് 2012. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 5 മാർക്ക്, 5 ടോപ്പിക്കുകൾ, 5 സ്പ്ലിറ്റപ്പ് വെച്ചിട്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കിന്നും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതിൽ? സുപ്രധാന നിയമങ്ങളിൽ. അടുത്തത് കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ്. എപ്പോൾ തൊട്ടിട്ട് എപ്പോൾ വരെയാണ് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞു? 2023 ജനുവരി തൊട്ടിട്ട് 2024 മെയ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വൃത്തിയിൽ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എത്ര മാർക്ക് കിട്ടുള്ളൂ? 20 മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ.
ഇനി നമ്മൾ മാത്സിൽ നമ്മൾ പറഞ്ഞു ലഘുഗണിതത്തിന് മാത്രം 5 മാർക്ക് അല്ലേ, ബാക്കിയുള്ളതിനും കൂടി 5 മാർക്കാണ്, ടോട്ടൽ 10 മാർക്കായിരിക്കും. റീസണിങ്ങിന് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്ക് 5 മാർക്ക്, അങ്ങനെ മാത്സ് ആൻഡ് റീസണിങ്ങിന് ടോട്ടൽ 10 മാർക്കായിരിക്കും. ഏതൊക്കെയാണ് ചോദിക്കുന്നത്? നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് എക്സ്പോണൻസ്, അതുപോലെ തന്നെ മെൻസുറേഷൻ, പ്രോഗ്രഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മാത്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പീറ്റ് അടിച്ച് കാണാറുണ്ട്, പെർസെൻറ്റേജ് റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്, ടൈം ആൻഡ് വർക്കും അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസും ആവറേജും റിപ്പീറ്റായിട്ട് കാണാറുണ്ട്. ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം, അതൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത റീസണിങ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണ്. അതും കൂടി ചേർന്നിട്ടാണ് മാത്സിന് നമ്മൾ 5 മാർക്ക് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ 13 ടോപ്പിക്കലാണ്, സീരീസ്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ് തുടങ്ങി ക്ലറിക്കൽ എബിലിറ്റി വരെ. ക്ലറിക്കൽ എബിലിറ്റി അങ്ങനെ കണ്ടിട്ടില്ല, ഡേറ്റ് ആൻഡ് കലണ്ടർ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടൈം ആൻഡ് ആംഗിൾസ്, ഇതാണ് ഇന്ന് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജനറൽ ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന 5 മാർക്ക്, വൊക്കാബുലറിന്ന് 5 മാർക്ക്, ടോപ്പിക്കുകൾ നോക്കിയാൽ 15 ടോപ്പിക്കുകളാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ പഠിക്കാനുള്ളത്, 12 ടോപ്പിക്കുകളാണ് വൊക്കാബുലറിയിൽ പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്നതായിരിക്കും ഏതിന് നല്ലത്, ജനറൽ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നല്ലത്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഏത് മിസ്റ്റേക്സ് മനസ്സിലാവുള്ളൂ. മിസ്റ്റേക്സ് പഠിച്ചാൽ മാത്രമാണ് ഇംഗ്ലീഷ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മലയാളത്തേക്ക് വരികയാണെങ്കിൽ ഏതൊക്കെയാണ്? പദശുദ്ധി, വാക്യശുദ്ധി, 10 മാർക്കാണ് അല്ലേ. വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപദം, പര്യായം, വിപരീതപദം, ശൈലികൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, ഘടകപദം അല്ലെ, വാക്യം ചേർത്തെഴുതുക, പിരിച്ചെഴുതൽ. ഇതിൽ പദശുദ്ധി ചോദിക്കാറുണ്ട്, പര്യായങ്ങൾ ചോദിക്കാറുണ്ട്, വിപരീതപദം ചോദിക്കാറുണ്ട്, പിരിച്ചെഴുതലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മലയാളത്തിൻ്റെ കേസിൽ വരാറുള്ള റിപ്പീറ്റായിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം നമ്മൾ LDCയിലെ സിലബസ് വളരെ ഡീപ്പായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതിലേക്കാണ് നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കേണ്ടാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ വ്യക്തമായി ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ബൈ.